ഇറാനെതിരെ വമ്പൻ നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. പശ്ചിമേഷ്യയിലുടനീളമുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളിൽ അമേരിക്ക വൻതോതിൽ അഴിച്ചുപണി ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനെ വരച്ച വരയിൽ നിർത്തുമെന്ന ദൃഢനിശ്ചയത്തിലാണ് അമേരിക്ക. ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിൽ നിന്ന് നൂറുകണക്കിന് സൈനികരെ രഹസ്യ ദൗത്യങ്ങൾക്കായി മാറ്റിയതായി പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്തറിന് പുറമെ ബഹ്റൈൻ, ഇറാഖ്, സിറിയ, കുവൈറ്റ്, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളിലും വലിയ തോതിലുള്ള സ്ഥാനചലനങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ പശ്ചിമേഷ്യയിലുള്ള 30,000 മുതൽ 40,000 വരെ വരുന്ന US സൈനികർക്ക് ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കുറവാണെന്ന വിലയിരുത്തലിൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി 2 US വിമാനവാഹിനി കപ്പലുകളെ ഇറാന്റെ അതിർത്തിയിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാന്റെ ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ, മിസൈൽ സംഭരണശാലകൾ, ആണവ നിലയങ്ങൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം എന്നിവയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ ആക്രമണമുണ്ടായാൽ മേഖലയിലെ എല്ലാ US താവളങ്ങളും സൗകര്യങ്ങളും തങ്ങളുടെ ലക്ഷ്യമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ മിഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2025 ജൂണിൽ നടന്നതുപോലെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കില്ല ഇതെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെന്ന് ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി പറയുമ്പോഴും ഇറാനിൽ ഭരണകൂട മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു സൈനിക നീക്കത്തിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ലെന്നാണ് സൂചന. അതേസമയം പശ്ചിമേഷ്യയെ മുൻനിരയിൽ നിർത്തിയുള്ള ഇറാൻ അമേരിക്ക പ്രശ്നം അയ്യാതെ തുടരുന്ന സാഹചര്യത്തിൽ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി കൂടുതൽ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൈനിക നീക്കത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ സെർബിയയും സ്വീഡനും ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചു. സുരക്ഷാ സാഹചര്യം വഷളാകുന്ന സാഹചര്യത്തിലാണ് പൗരന്മാർക്കുള്ള നിർദ്ദേശം. ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും നിലവിൽ അവിടെയുള്ളവർ എത്രയും വേഗം രാജ്യം വിടാനും സെർബിയൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജനുവരി പകുതിയോടെ തന്നെ സമാനമായ ഒരു നിർദ്ദേശം സെർബിയ നൽകിയിരുന്നു. സ്വീഡിഷ് വിദേശകാര്യമന്ത്രി മരിയ മാൽമർ എക്സിലൂടെയാണ് പൗരന്മാരോട് ഇറാൻ വിടാൻ ശക്തമായ അഭ്യർത്ഥന നൽകിയത്. വാണിജ്യ വിമാന സർവീസുകൾ ലഭ്യമായിരിക്കെ തന്നെ മടങ്ങുന്നതാണ് ഉചിതമെന്ന് അവർ സൂചിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണം നടത്തുന്നത് പരിഗണനയിലാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ US നാവികസേന വലിയ സന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിട്ടുള്ളതിനാൽ ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കുമെന്നും ഭയപ്പെടുന്നുണ്ട്. യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും അമേരിക്കയുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ തയ്യാറാക്കി വരികയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.